കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് മണിമാളയിലേക്ക് ആ പ്രദേശത്തുള്ള കുറെ ആൾക്കാരെല്ലാം കൂടെ ചെല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടു മണിമാളിയെ കുറിച്ച് വിശേഷങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ആര് കയറി ചെന്ന് അവിടെ ഒരു വലിയ മണി കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് ഉമ്മറത്ത്. ആ മണി ആരടിച്ചാലും പിന്നെ അവർ അപ്രത്യക്ഷമാകുക. മണിമാളിയെന്ന് ആരോ വന്ന് അവരെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ അവരാരും പുറത്തേക്ക് വരില്ലെന്നാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയണേ. ആ മണിമാളയിൽ ആരോ വന്ന് അവരെ വിഴുങ്ങുവോ എന്തോ തിന്നുവോ അങ്ങനെയൊക്കെയാണ് പറയണേ. അങ്ങനെ ജീവയും അതിനകത്ത് പെട്ടുപോയി. ഒരു ചെറിയ ബാലനായിരുന്നു. അങ്ങനെ ജീവനെ അന്വേഷിച്ച സുജയും കൂട്ടുകാരൻ സുജയും ആ ജീവയുടെ അമ്മയൊക്കെ വരുന്നുണ്ട്. ജീവയുടെ അമ്മ കരഞ്ഞ് മണിമാളിയുടെ ഫ്രണ്ടിൽ കാത്തു നിൽക്കുവാണ്. മോനെ കുറെ ആയിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരനക്കം പോലും ജീവയുടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് കൂട്ടുകാരൻ സുജയുടെ അമ്മ സതിയും കൂടെ എന്ത് ചെയ്യുവാണ്, പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഈ കഥകളൊക്കെ പറയുന്നുണ്ട്. ജീവ അതിനകത്ത് പെട്ടുപോയ കാര്യങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അങ്ങോട്ടാരും പോവാറില്ല. പോയിട്ടുണ്ടെങ്കിലോ ആ മണി അടിച്ചിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും പിന്നെ അവർ തിരികെ വരത്തില്ല. അങ്ങോട്ട് ചെല്ലുന്നവരെ ഏതോ പ്രേതോ ഭൂതോ പിശാചോ എന്താണെന്നറിയത്തില്ല പിടിച്ച് വിഴുങ്ങുമെന്നാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത്. ആ മണിമാളയ്ക്കുള്ളിൽ ആരാന്ന് പോലും ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അങ്ങോട്ട് പോയ ആൾക്കാരും തിരിച്ചു വരത്തില്ല. ആ മണി അടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം തീർന്നു. അങ്ങനെ ജീവയുടെ അമ്മ അവിടെ തനിച്ചിരിക്കുക. മോൻ വരാതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവർ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, അല്ല അവരിനി അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ, അവരുടെ മകനെ ഇനിയിപ്പൊ കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ അവരവിടെ ഇരിക്കണേ, അതിന്റെ ആവശ്യമില്ല, അവരെ വിളിച്ചോണ്ട് പോവാ, അവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ നോക്കാൻ പറയണം. ഈ സമയത്ത് സുജ പറഞ്ഞില്ല, അമ്മ വരത്തില്ല എന്നാ പറഞ്ഞേ, മാമി വരത്തില്ല, മാമി അവിടെ ഇരിക്കുവാണ്, മാമി ഇനി വരണമെങ്കിൽ ജീവനം കൊണ്ടല്ലാതെ വരത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലോ. ഈ സമയം അവിടുത്തെ ഒരു പ്രമാണി എന്ന് ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്ര കാലമായി നമ്മൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോന്നേ, ഒന്നെങ്കിൽ ആ മണി അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ രണ്ടിലൊന്നും നമ്മൾ തീരുമാനിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എത്ര പേരെ ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നേ, ഒന്നെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് തിരിച്ചറിയണോന്ന് പറയാം. അങ്ങനെ എല്ലാരും നാട്ടുകാരെല്ലാം കൂടിയിട്ട് ആ ഒരു തീരുമാനം എടുക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യുക, എല്ലാരും കൂടെ കൂടി ആലോചിച്ചിട്ട് നേരെ മണിമാളിയിലേക്ക് പോവാണ്. ഒരുപറ്റ ആൾക്കാരുണ്ട്, അവരെല്ലാരും കൂടെ ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോ ജീവയുടെ അമ്മ ആ കഥയിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ്. പിന്നീട് പറഞ്ഞു, എനിക്കെന്റെ മോനെ വേണം, എങ്ങനെയെങ്കിലും എനിക്കെന്റെ മോനെ രക്ഷിച്ചാൽ മതിയാവളെന്ന് പറയാണ്. ഈ സമയത്ത് ഒരാൾ പറഞ്ഞു, അല്ല നിങ്ങളുടെ മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ, അവൻ കുഞ്ഞു വയസ്സൊന്നും അല്ലല്ലോ, അവനറിയാവുന്ന കാര്യമല്ലേ, ഇവിടെ വന്ന് മണി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരികെ പോകാൻ പറ്റില്ലാന്ന്. അത് എന്റെ തെറ്റാ, ഞാൻ അവനെ വഴക്ക് പറഞ്ഞു, അതുകൊണ്ട് അവൻ ചെയ്ത, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് ഒരാളങ്ങ് എന്നിട്ട് പറഞ്ഞു, ഇതേ ഈ മണി എല്ലാത്തിനും കാരണം, ഈ മണി നമുക്ക് കണ്ടിച്ചെടുത്ത് കളയുവാണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ നാടിന് തന്നെ ശാപമോഷം കിട്ടുമെന്ന് പറയാം. ഒരാൾ പറഞ്ഞു, വേണ്ട വേണ്ട, ആ മണിയെ തൊട്ട് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല, ഇപ്പം മണി അടിക്കണ്ട, അത് മണി അഴിക്കാനും പോകണ്ട, പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം, അതിനകത്തുള്ള ആരാന്ന് അറിയത്തില്ല, ഈ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെയൊക്കെ ഭക്ഷിക്കുവാണോന്നും അറിയത്തില്ല, ഒരു കാര്യം ചെയ്യാം, അവന് ആഹാരമാണ് വേണ്ടതെങ്കിൽ അവനുള്ള ആഹാരം നമുക്ക് കൊടുക്കാം, ആദ്യം അത് നടക്കട്ടെ, എന്നിട്ടാട്ടെ ബാക്കി കാര്യങ്ങളെന്ന് പറയാം. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി എന്ത് ചെയ്യുവാണ്, വലിയൊരു സദ്യ തന്നെ ഉണ്ടാക്കണം. എത്ര വലിയ പെരുവയറിനാണെങ്കിലും അവന് കഴിക്കാൻ പാകത്തിന് ആഹാരം ഉണ്ടാക്കണം. കുറെ ആഹാരം ഉണ്ടാക്കിയിട്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് അതെല്ലാം അങ്ങോട്ട് ഇറക്കുവാണ്. എന്നിട്ട് അതെല്ലാം അവിടെ വെച്ചു. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ജീവയുടെ അമ്മയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം നമുക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇനി ആ മണിയടിക്കാം, മണിയടിക്കുമ്പോ ആരാ വരുന്നതെന്ന് നോക്കട്ടെ, അങ്ങനെ ആര് വന്നാ ഈ കതക് തുറക്കണേന്ന് അറിയത്തില്ല, ആര് വന്നാലും നമുക്ക് കാണാലോ, എത്ര വലിയ വയറിനാണേലും ശരി, ഈ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി വരും, ഇവിടെ വരുന്ന മണിയടിക്കുന്നവരുടെ മുന്നിലേക്ക് ആരാണെങ്കിലും ഇറങ്ങി വരുമെന്നല്ലേ പറയണേ, അപ്പൊ നമുക്ക് കാണാലോ എന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ കതക് തുറക്കുമ്പോ നമുക്ക് അവനെ രക്ഷിക്കാനും പറ്റൂലോ എന്ന് പറയാം. ഈ സമയത്ത് ജീവയുടെ അമ്മയ്ക്ക് സന്തോഷം, ഒരു പക്ഷെ മോന്റെ ഒച്ചയൊന്നും കേട്ടില്ലെങ്കിലും അവൻ തളർന്നു കിടന്ന് എവിടെയെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിലോ അകത്ത് അവൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ മോനെ തനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റും, അങ്ങനെയെങ്കിലും അവനെ തനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒരു പ്രതീക്ഷയോട് കൂടി അമ്മ ഇരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യുക, നാട്ടുകാരെല്ലാം ഫുഡെല്ലാം കൂടെ അങ്ങോട്ട് ഇറക്കി വെച്ചു. പിന്നീട് ജീവയുടെ അമ്മയോട് പറയാണ്, മണി അടിക്കാൻ പറയാണ്. അങ്ങനെ ആ അമ്മ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ വന്നങ്ങനെ മണി അടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. മണി അടിക്കാനായിട്ട് ഇങ്ങോട്ട് തുടങ്ങി. ഈ സമയത്ത് സുജ വന്നിട്ട് പറഞ്ഞു, വേണ്ട മാമി മണി അടിക്കണ്ട, ഞാൻ മണി അടിക്കാന്ന് പറയണം. വേണ്ട മോൻ അങ്ങോട്ട് നീങ്ങിക്കുക, ഞാൻ അടിച്ചോളാന്ന് പറഞ്ഞിട്ട് ജീവയുടെ അമ്മ ലീല എന്ത് ചെയ്യുവാണ്, ആ മണി അടിക്കുകയാണ്.
അങ്ങനെ ആ മണിയൊച്ച അവിടെ മൊത്തം മുഴങ്ങുവാണ്. ആ മണിയൊച്ച കേട്ടതും ഒരു നിമിഷം എല്ലാരും കൂടി ഞെട്ടിത്തെറിച്ചിരിക്കുക. എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ആ കഥക്, ആ ജീവ കേറിപ്പോയ കഥ അങ്ങനെ മലർക്കെ തുറന്നു വരുവാണ്. എല്ലാരും നോക്കി കഴിഞ്ഞപ്പോ ആർക്കും ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഈ സമയം ഞെട്ടിത്തെറിച്ച് ലീല അങ്ങോട്ട് നോക്കുവാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞ് ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. എന്റെ മോനെന്ന് വിളിച്ചോണ്ട് ആ തുറന്നു കിടക്കുന്ന കഥയിനകത്തേക്ക് അങ്ങനെ കേറുമ്പത്തേനും പെട്ടെന്ന് ആ കഥക് അങ്ങ് അടഞ്ഞു പോവാണ്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അവർക്കൊന്നും മനസ്സിലായില്ല, എന്താ കാര്യം പോലും മനസ്സിലായില്ല. ഈ സമയം പെട്ടെന്ന് എന്നിട്ട് സുജി എന്ത് ചെയ്യുക, മാമി മാമി എന്ന് പറഞ്ഞ് കഥയെ മുട്ടുന്നുണ്ട്. നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് കഥയെ മുട്ടിയിട്ടും കഥകൊന്നും തുറന്നൊന്നുമില്ല. അവർക്കൊരു കാര്യം മനസ്സിലായി, എന്തോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഒരിക്കലും ഇനിയിപ്പോ ലീലയ്ക്ക് ഇനി പുറത്തേക്ക് വരാൻ പറ്റില്ലായിരിക്കും. എല്ലാവർക്കും ആകെപ്പാടെ വെപ്രാളം വിഷമമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയം നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഇനിയിപ്പൊ അവരെ രക്ഷിക്കണമെങ്കിൽ ഒരു വഴിയും കാണുന്നില്ല. ആരെങ്കിലും വന്നാൽ മാത്രമേ ഇനിയിപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സമയം അതിലൊരാൾ പറഞ്ഞു, അല്ല ഇന്നലെ ടി വിക്കകത്തൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, 3 കുട്ടികളുടെ കാര്യം. അവര് ഒരു വനദേവതക്കാവില് അവിടെ സുന്ദരിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ 2 പേർക്ക് മോഷം കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഴക്കേവാതിലിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ ആ കുട്ടികൾ വരുവാണെങ്കിൽ അവർക്ക് പക്ഷേ ഈ മണിമാളിയെ കുറിച്ച് അറിയായിരിക്കും. ഒരു പക്ഷേ ഈ മണിമാളിയേക്ക് മോഷം കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കുമായിരിക്കും. ജീവനെയും ജീവയുടെ അമ്മേനെയും ഒക്കെ അവർക്ക് രക്ഷിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, അതൊക്കെ ചെറുപ്പം വെറുതെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തായിരിക്കും. ആ 3 കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമല്ല, കണ്ടിട്ട് അത് നല്ലതാന്ന് തോന്നും. ഒരു പക്ഷെ ആ കുട്ടികളെ പോയി വിളിച്ചോണ്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലോ. വെറുതെ ഒരു കാര്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ലോ, എന്തെങ്കിലും ഇല്ലാതില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദൂരെയാന്നാ കേട്ടെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. 1-2 പേര് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സുജി പറഞ്ഞു, അതെ ഞാൻ പോകാൻ തയ്യാറാ, എന്റെ കൂടെ ആരെങ്കിലും ഒന്ന് വന്നാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെയാണെങ്കിലും പോയിക്കോളാന്ന് പറയാം. ഈ സമയം സതി പറഞ്ഞു, അയ്യോ മോനെ നീ തന്നെ എങ്ങനെ പോകുന്നേ, എനിക്ക് കുഴപ്പമില്ലമ്മേന്ന് പറയണം. ഈ സമയം നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, അതെ ഞങ്ങള് വരാന്ന് പറയണം. അങ്ങനെ സുജാനയും കൂട്ടി അവര് പോവാണ്. കാരണം അവരുടെ എല്ലാം ആവശ്യമായി തീർന്നിരിക്കുന്നു ഈ മണിമാളിക. കാരണം മണിമാളികയ്ക്ക് എത്രയും പെട്ടെന്ന് അവിടെ നടക്കുന്ന എന്താന്ന് പോലും അറിയത്തില്ല. നാട്ടുകാർക്ക് വല്ലാത്തൊരു തീരാ ദുഃഖമായിട്ട് മാറുവാണ് ഓരോ ദിവസം ചെലുതോറും മണിമാളിക. അവിടെ ചെന്ന് അറിയാതെ പോലും ആരെങ്കിലും വന്ന് മണിയടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ആരും കാണാറ് പോലുമില്ല. അങ്ങനെ അവര് നേരെ ഉണ്ണിമോടെ ഗിരിദേവന്റെ അരികിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ഗിരിദേവൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിലെ മണിമാളിക തെളിഞ്ഞു കഴിഞ്ഞപ്പം എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ ബാവരി ചോദിച്ചു കഴിഞ്ഞപ്പം ഉണ്ണിമോളെ എന്നെ ക്ഷണിക്കാനായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുമെന്ന്. അങ്ങനെ ഉണ്ണിമോളുടെ ഗിരിദേവന്റെ അടുത്തേക്ക് അവൻ കയറി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ദേവികമ്മയും അവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ദേവികമ്മയോട് കാര്യങ്ങളൊക്കെ പറയാണ്. ദേവികമ്മ പറഞ്ഞു, അല്ല ഉണ്ണിമോളെയും ഗിരിദേവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരവിടെ വരെ ഒന്ന് വന്നാ മതി. വരുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് ഞങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിലോ. പക്ഷേങ്കില് വിനോദ് പറഞ്ഞേ അതൊന്നും ശരിയാകത്തില്ല. കാരണം വിനോദിന് പേടിയായി, ഇനി ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോന്നോർത്ത്. ഗിരിദേവൻ പെട്ടെന്ന് പറഞ്ഞു, അതെ പേടിക്കേണ്ട മാമ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറയാ. ദേവികൻ പറഞ്ഞു, ഗിരിദേവന്റെ കൂടെയല്ലേ, ഉണ്ണിമോളെ വിടാനായിട്ട് എനിക്കൊരു മടിയില്ല, ഉണ്ണിമോളെ സുരക്ഷിതമായിട്ട് ഇവിടെ തിരികെ വരുമെന്ന് എനിക്കറിയാന്ന് പറയാ. അങ്ങനെ ഗിരിദേവനും ഉണ്ണിമോളെ പാവരയിലൊക്കെ കൂട്ടിയിട്ട് അവര് നേരെ മണിമാളിയിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ അവിടെ വന്നിട്ട് അവര് ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താ സംഭവിക്കുന്നത്. മണിമാളികയ്ക്കകത്ത് ആരാ ഉള്ളത്, പ്രേതോ ഭൂതോ പിശാചോ അങ്ങനെ എന്തെങ്കിലും ആണോ, അതിന് വേറെ ആരെങ്കിലും ആണോ, എന്തുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ, അവിടെ വന്ന് മണിയടിക്കുന്ന ആൾക്കാരെയൊക്കെ വിഴുങ്ങുവാണോ ചെയ്യുന്നേ, അതോ വേറെ എന്തെങ്കിലും കഥയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരുന്ന ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുമോന്ന് അറിയത്തില്ല. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.